ഗസയിൽ ആക്രമണം തുടരാൻ തങ്ങളെ കിട്ടില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയത് റിസർവ് സൈനികരായിരുന്നു. റിസർവ് ബറ്റാലിയന്റെ നിസ്സഹകരണം വെടിനിർത്തലിന് ശേഷമുള്ള ഗസ ഓപ്പറേഷനിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചെങ്കിലും അതങ്ങനെ പുറത്തു കാണിച്ചിരുന്നില്ല ഇസ്രായേൽ. എന്നാൽ പരസ്യ പ്രതിഷേധവുമായി ഇസ്രായേൽ എയർഫോഴ്സ് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു. പരസ്യമായ ഭീമഹർജിയുമായിട്ടായിരുന്നു IAF അംഗങ്ങൾ രംഗത്തെത്തിയത്. അവർക്ക് പിറകെ നാവികസേനയിൽ നിന്നും കരസേനയിൽ നിന്നുമെല്ലാം എതിർസ്വരങ്ങളും നിസ്സഹകരണ നീക്കങ്ങളും ഉയർന്നു കഴിഞ്ഞു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഗസ ആക്രമണമെന്ന പൊതു ചർച്ചയും ഇസ്രായേലിൽ ഇപ്പോൾ സജീവമാണ്. മൊത്തത്തിൽ നിലതെറ്റി നിൽക്കുകയാണ് നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും. വെടിനിർത്തൽ കാര്യത്തിൽ മർക്കമുഷ്ടി കാണിച്ച നെതന്യാഹു ഇപ്പോൾ അയഞ്ഞതിനു പിന്നിൽ മറ്റൊരു കാരണവുമില്ല. ഇപ്പോഴിതാ സ്വയം താൽപര്യമെടുത്ത് വെടിനിർത്തൽ നിർദ്ദേശങ്ങളുമായി ഇസ്രായേൽ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി ഹമാസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബന്ദി കൈമാറ്റം തന്നെയാണ് പ്രധാന ലക്ഷ്യം. ഇതോടൊപ്പം പുതിയൊരു സുപ്രധാന നിർദ്ദേശം കൂടി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്: ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം. എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ലെന്ന് ഹമാസും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. 45 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തൽ. അതിനിടയിൽ ഇസ്രായേൽ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കും. പകരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. ഗസയിൽ മരിച്ച 16 ബന്ദികളുടെ മൃതദേഹത്തിന് പകരമായി കൈമാറുക 160 ഫലസ്തീനികളെ. ശാശ്വതമായ വെടിനിർത്തൽ ചർച്ചയും ഇതേ സമയത്ത് നടക്കും. ഇങ്ങനെ പോകുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രപ്പോസലുകൾ. എന്നാൽ വെടിനിർത്തൽ കരാറിന് തങ്ങൾ എപ്പോഴും ഒരുക്കമാണെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന പരിപാടിയേ ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കരാർ പൊളിക്കാൻ വേണ്ടി നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണിതെന്നും ഇക്കാര്യത്തിൽ തങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നുമാണ് ഹമാസിന്റെ വിദേശ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഡോക്ടർ സാമി അബു സുഹുറി വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ ജനങ്ങളുടെ ദുരിതത്തിന് ആശ്വാസം നൽകുന്ന ഏത് ഓഫറുകളും സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പക്ഷേ ഞങ്ങൾ കീഴടങ്ങുന്ന ഒരു കരാറാണ് നെതന്യാഹു ആവശ്യപ്പെടുന്നത്. വെടിനിർത്തൽ കരാർ സാധ്യതകളെല്ലാം അട്ടിമറിക്കാൻ വേണ്ടി അസാധ്യമായ വ്യവസ്ഥകളാണ് നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്. പ്രസ്ഥാനത്തെ നിരായുധീകരിക്കുക എന്ന ആവശ്യത്തിൽ ചർച്ചയേയില്ല. അത് നടക്കാനും പോകുന്നില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് നേതാവ്. അധിനിവേശത്തിന് തുടർച്ചയായാണ് ചെറുത്തുനിൽപ്പും ആയുധങ്ങളുമെല്ലാം ഉണ്ടായത്. ഞങ്ങളുടെ ജനങ്ങളെയും ദേശീയ അവകാശങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. പുതിയ നിർദ്ദേശത്തിൽ യുദ്ധം പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് അധിനിവേശ ശക്തികൾ ഉറപ്പു നൽകുന്നില്ല. ബന്ദികളെ മോചിപ്പിക്കുക മാത്രമാണ് അവർക്ക് വേണ്ടത്. യുദ്ധം അവസാനിപ്പിച്ച് അവർ ഗസ മുനമ്പിൽ നിന്ന് പിന്മാറിയാൽ ഒറ്റത്തവണയായി തന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാ ബന്ദികളെയും കൈമാറാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഡോക്ടർ സാമി അബു സുഹറി പറഞ്ഞിരുന്നു. സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള കളിയാണ് നെതന്യാഹു കളിക്കുന്നത്. ഗസ ജനതയുടെ കൊലയിൽ ട്രംപും അയാളുടെ പങ്കാളിയാണ്. നിലവിൽ US ഭരണകൂടവുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്നില്ല. ഇസ്രായേലിന്റെ നിർദ്ദേശമാണ് ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കാനുള്ള ഉപാധിയായി ഇതാദ്യമായി ഹമാസിന്റെ നിരായുധീകരണം എന്നൊരു ആവശ്യവും അവർ അക്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കീഴടങ്ങുക എന്നൊരു സാധ്യതയെ ഹമാസിന് മുന്നിലില്ല. ജനങ്ങളുടെ ഇച്ഛാശക്തിയെ തകർക്കുന്ന ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഹമാസ് കീഴടങ്ങുകയോ വെള്ളക്കൊടി ഉയർത്തുകയോ ചെയ്യില്ല. അധിനിവേശ ശക്തിക്കെതിരെ സാധ്യമായ എല്ലാ സമ്മർദ്ദ തന്ത്രങ്ങളും തങ്ങൾ പ്രയോഗിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഹമാസ് നേതാവ്.